പാകിസ്ഥാന് താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ രാജ്നാഥ് സിംഗ് സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഗുജറാത്ത് തീരത്തോട് ചേർന്നുള്ള സർക്രിക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യവും അടിസ്ഥാന സൗകര്യങ്ങളും വിപുലീകരിച്ചതിനെതിരെയാണ് രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയത്. പാകിസ്ഥാൻ ഈ മേഖലയിൽ ഏതെങ്കിലും തെറ്റായ നീക്കം നടത്തിയാൽ അത് ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിമറിക്കുന്ന ശക്തമായ പ്രതികരണത്തിന് കാരണമാകുമെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ അതിന് തയ്യാറായിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. സർക്രിക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. अगर सरक्रीक इलाके में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया. പാക് സിന്ധ് പ്രവിശ്യയിലെ സർക്രിക്കിന് സമീപം പാക് സൈന്യം നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. ഗുജറാത്തിലെ ഭുജിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आतंकवाद के खिलाफ हमारी लड़ाई जारी है साथियों। आजादी के 78 साल बीत जाने के बावजूद सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है. സ്വാതന്ത്ര്യത്തിന് ശേഷം 78 വർഷം പിന്നിടുമ്പോഴും സർക്രീക്കിലെ അതിർത്തി തർക്കം പാകിസ്ഥാൻ ഉന്നയിക്കുകയാണ്. റാൻ ഓഫ് കച്ചിലെ 96 കിലോമീറ്റർ നീളമുള്ള ചതുപ്പു നിലമായ സർക്രീക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ്. അതേസമയം പാക് അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ കലാപവും ആളിക്കത്തുന്നു. വിവിധയിടങ്ങളിൽ നിന്നും മുസഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഇതുവരെ നടന്ന പോലീസ് അതിക്രമത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.